ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇന്നിനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യം പറയാൻ പോകുന്നത് മൗര്യൻ സാമ്രാജ്യം. മൗര്യൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യൻ സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ശേഷം ബിന്ദുസാരനും അശോകനും അധികാരത്തിൽ വന്നു. അപ്പൊ അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇനി മൗര്യൻ സാമ്രാജ്യത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്ന സ്രോതസ്സുകൾ ഏതെല്ലാമാണെന്നാ പറയുന്നത്. മെയിനായിട്ട് മെഗസ്തനീസിന്റെ ഇൻഡിക്ക, കൗടില്യന്റെ അർത്ഥശാസ്ത്രം, വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം, ബുദ്ധ ജൈന ഗ്രന്ഥങ്ങൾ, നാണയങ്ങൾ, കൊത്തുലിഖിതങ്ങൾ, ഇവയെല്ലാം മൗര്യൻ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് നമുക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്ന സ്രോതസ്സുകളാണ്. അപ്പൊ ഈ ഒരു സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സാമിനൊക്കെ മാച്ച് ദ ഫോളോവിങ് ആയിട്ടൊക്കെ ഒരുപാട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ ഈ ഒരു ഭാഗം നന്നായിട്ട് നോക്കുക. മെഗസ്തനീസിന്റെ ഇൻഡിക്ക, കൗടില്യന്റെ അർത്ഥശാസ്ത്രം, വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം, ബുദ്ധ ജൈന ഗ്രന്ഥങ്ങള്, നാണയങ്ങള്, കൊത്തുലിഖിതങ്ങള്, ഇവയെല്ലാം തന്നെ നമ്മുടെ മൗര്യൻ സാമ്രാജ്യത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന സ്രോതസ്സുകളാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് അശോകനും ധമ്മയും. അശോകനും ധമ്മയും, ധമ്മ അല്ലെങ്കിൽ ധർമ്മ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു നയം കൊണ്ടുവന്നിട്ടുള്ളത് അശോക ചക്രവർത്തിയാണ്. ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് അദ്ദേഹം ഈ ഒരു നയം സ്വീകരിച്ചത് എന്നാണ് ആദ്യം പറയുന്നത്. അതായത് BC 261 കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. അപ്പൊ കലിംഗ എന്ന് പറയുന്നത് ഇന്നത്തെ ഒറീസയാണ്. അപ്പൊ കലിംഗ യുദ്ധത്തിന് ശേഷം അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് മാറുകയും അദ്ദേഹം ധർമ്മം അല്ലെങ്കിൽ ധമ്മ എന്ന് പറയുന്ന നയം സ്വീകരിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാല് രാജ്യത്ത് സാമൂഹികമായിട്ടും മതപരമായിട്ടൊക്കെയുള്ള സംഘർഷങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഐക്യവും സൗഹൃദവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു നയം സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നത്. രാജ്യത്ത് സാമൂഹികവും മതപരവുമായിട്ടുള്ള സംഘർഷങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് ഐക്യവും സൗഹൃദവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ധമ്മ എന്ന് പറയുന്ന നയം സ്വീകരിച്ചത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കലിംഗ യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു നയം സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ധമ്മയിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുക, അതുപോലെ ബ്രാഹ്മണർ, പാവപ്പെട്ടവർ എന്നിവരോട് ഉദാരത കാണിക്കുക, അതുപോലെ അഹിംസ, സത്യസന്ധത, സഹിഷ്ണുത, അടിമകളോടും പരിചാരകരോടും ദയ കാണിക്കുക, പ്രജകളുടെ ക്ഷേമം, ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ധർമ്മ എന്ന് പറയുന്ന നയത്തിലുണ്ടായിരുന്നത്. അതായത് മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുക, സത്യസന്ധത, സഹിഷ്ണുത, അഹിംസ, ഇത്തരത്തിലുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ധർമ്മയിലെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. അവരെ പറയുന്ന പേരാണ് ധർമ്മ മഹാമാത്രന്മാർ. ധർമ്മ മഹാമാത്രന്മാർ അവരാരാണ്? അശോകന്റെ ധമ്മയിലെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ ഇത്രയാണ് അശോകനും ധമ്മയും എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ളത്. എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാല് നമ്മുടെ മൗര്യൻ സാമ്രാജ്യത്തിന്റെ സ്രോതസ്സുകളുണ്ട്, വിവരങ്ങൾ ലഭ്യമാക്കുന്ന സ്രോതസ്സുകൾ. അത് എപ്പോഴും മാച്ച് ദ ഫോളോവിങ്ങിലൊക്കെ വരലുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല്.